സർ, ഒരു വിദ്യാർത്ഥി കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുന്നു. പക്ഷേ അവിടുത്തെ MLA, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ MLA പറഞ്ഞത് എന്തിന് ക്യാമ്പസിലേക്ക് പോയി, അതുകൊണ്ടാണ് ബലാത്സംഗത്തിന് ഇരയായതെന്ന്. എങ്ങോട്ടാണ് സർ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക്? പെൺകുട്ടികൾക്ക് രാജ്യത്ത് ജീവിക്കാനുള്ള മൗലിക അവകാശം ഇല്ലെന്നാണോ ഭരണഘടനയെ ചൊല്ലി 400 വട്ടം പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്ന, അതിനെക്കുറിച്ച് ആണയിട്ടുകൊണ്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായം? തൃണമൂൽ കോൺഗ്രസ് അതെ, തൃണമൂൽ കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള മദൻ മിത്രയും അതുപോലെ തന്നെ MP ആയിട്ടുള്ള കല്യാൺ ബാനർജിയും ഇതാണ് പറഞ്ഞത്. ഒരു സുഹൃത്തിനെ ബലാത്സംഗം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇദ്ദേഹം ഒന്നും ചെയ്യണ്ട, മിണ്ടായിരുന്നാൽ മതി, നിയമം അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിച്ചാൽ മതി. എന്ത് ചോദ്യമാണ് രഞ്ജനി ചോദിക്കുന്നത്? ബലാത്സംഗം ചെയ്യുകയല്ലല്ലോ ഇത് ചെയ്തത്, അതിനും അപ്പുറം കൊല്ലുകയല്ലേ ചെയ്ത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ച് കളഞ്ഞിട്ട് ചോദിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മകളാണെങ്കിൽ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമോ? അതുപോലെ തന്നെ മറ്റൊന്ന് മദൻ മിത്ര MLA, അയാളുടെ മകളാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമോ? ക്യാമ്പസിൽ ഒരു പെൺകുട്ടി ഈ ആൺകുട്ടിയെ വിശ്വസിച്ച് അങ്ങോട്ട് ചെല്ലുക. ഇയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആന കരിമ്പെക്കാട്ടിൽ കയറിയതുപോലെ എവിടെയൊക്കെയാണ് ഈ പെൺകുട്ടിയെ വലിച്ചെടുച്ചുകൊണ്ട് പോയത്. ഗാർഡ് അവിടെ ഉണ്ട്. ഗാർഡ് ഉള്ളപ്പോൾ ഗാർഡിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ ഗാർഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗാർഡ് ചെയ്യേണ്ട ആളല്ലേ. അപ്പോൾ ഈ ചെയ്ത ആളിൻ്റെ ആ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് ഗാർഡ് നിശബ്ദനായിട്ട് നിഷ്പന്ദനായിട്ട് അവിടെ നിന്നത്. അതുപോലെ തന്നെ ശുചിമുറി, അത് സെക്ഷൽ പെർവേർട്ട്, ഏറ്റവും വൃത്തിയും അതുപോലെ തന്നെ ശുചിയുമുള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ട ഒന്ന് ഏറ്റവും വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചെയ്യുക എന്ന് പറയുമ്പോൾ ഹി മസ്റ്റ് ബി എ പെർവേർട്ട്, ഷുഡ് ബി എ പെർവേർട്ട്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശുചിമുറി, ഗാർഡിൻ്റെ മുറി എന്നിവയിൽ നിന്ന് വിദ്യാർത്ഥിയുടെ പല ഭാഗങ്ങളും, മുടി, അതുപോലെ തന്നെ ഹോക്കി സ്റ്റിക്ക് ആക്രമിച്ച, ഇങ്ങനെയാണോ സ്നേഹപ്രകടനം നടത്തേണ്ടത്? ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച, അതുപോലെ തന്നെ കുപ്പികൾ, എന്തൊക്കെയാണ് നടന്നിരിക്കുന്ന ഒരു പിടിയില്ല. അതിക്രൂരമായിട്ടുള്ള, ഒരു പക്ഷേ ആദ്യത്തെ അതിജീവിതയായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബസ്സിൽ കയറിയ ഡൽഹിയിലെ പെൺകുട്ടി അനുഭവിച്ചതിനേക്കാൾ കൊടിയ പീഡനങ്ങളാണ് ഈ പെൺകുട്ടി തൻ്റെ ക്യാമ്പസിൽ, അതായത് കൽക്കട്ടയിലെ ലോ കോളേജിൽ അനുഭവിച്ചത്. അപ്പോൾ കൽക്കട്ട എന്ന് പറയുന്നത് ലോകത്തിലെ ബലാത്സംഗങ്ങളുടെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി സമാനമായിട്ടുള്ള അനുഭവങ്ങൾക്കിരയായത്. അതും ഒരു തൃണമൂൽ അനുഭാവിയുടെ കയ്യിൽ നിന്ന്. ഇവിടെയും അത് തന്നെയാണ്, ഒരു തൃണമൂൽ. അതേപോലെ തന്നെ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് സാർ, ഈ ഇടയ്ക്ക് ഒരു വാർത്ത എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു അമേരിക്കയിലാണ്, ഏതോ ഒരു രാജ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ത്യയിലേക്ക് പെൺകുട്ടികൾ വ്ളോഗേഴ്സ്, ടൂറിസ്റ്റ്, ഇത്തരത്തിൽ ട്രാവൽ വ്ളോഗേഴ്സ് പോകുമ്പോൾ, പെൺകുട്ടികൾ പോകുമ്പോൾ സൂക്ഷിക്കുക, അവിടെ ബലാത്സംഗത്തിന് നിങ്ങൾ ഇരയാവാൻ, പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് പോകണം ഇന്ത്യയിലേക്ക് എന്നുള്ളത്. ഇന്ത്യയിലേക്ക്, നമ്മുടെ ഭാരതത്തിലേക്ക് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ നാണക്കേടിലേക്കാണ് നമ്മുടെ പോക്ക്. നോക്കൂ, നമ്മുടെ അതൊരു സെക്ഷലി സ്റ്റാർവ്ഡ് സ്റ്റേറ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുമ്പോഴല്ലേ ഈ കാര്യങ്ങൾ പോകുന്നത്. ലൈംഗികാതിക്രമത്തിൻ്റെ തെളിവുകൾ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ നിന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? കഴുത്തിൽ, നെഞ്ചിൽ, മുഖത്ത് നഖം കൊണ്ട് മുറിവേറ്റ പാടുകൾ, സ്പർശിച്ച പാടുകളല്ല, മുറിവേറ്റ പാടുകൾ എല്ലാം മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരിച്ചതിൻ്റെ അർത്ഥം തന്നെ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ബംഗാളിലെ ആൾക്കാരെന്ന് പറയുന്നത് ചെന്നായ്ക്കളാണോ? അവിടുത്തെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ചെന്നായ്ക്കളാണോ? എനിക്ക് സംശയം തോന്നുകയാണ്. അപ്പൊ അവരെക്കാളും വല്ലാത്ത ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പരാമർശമാണ് MLA MP നടത്തിയത്. ഒരു നേതാവാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും, അല്ലെ? ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് മാതൃക ആകേണ്ടുന്നവരാണ്. മറ്റുള്ളവരെ കെയർ ചെയ്ത് സ്ത്രീകളെ ബലാത്സംഗം ഇല്ലാത്ത ഒരു നമ്മുടെ ക്രമത്തിന് വേണ്ടി, നമ്മുടെ ലോകക്രമത്തിന് വേണ്ടി, നീതിക്രമത്തിന് വേണ്ടി, നിയമക്രമത്തിന് വേണ്ടി ശ്രമിക്കേണ്ട ആൾക്കാർ തന്നെ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ, എന്ന് വേലി തന്നെ വിളവ് തിന്നാൽ എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസിന് വന്ന് ഈ പറഞ്ഞ പേ പിടിച്ച പോലാണ്.
അതാണ് മമതാ ബാനർജിയുടെ ആ ഒരു സുരക്ഷിത വലയത്തിലാണ് ഇത് നടക്കുന്നത്. കേരളത്തിൽ എങ്ങനെ പിണറായി വിജയൻ്റെ സുരക്ഷിത വലയത്തിൽ തീവ്രവാദം വളർന്നു പന്തലിക്കുന്നുവോ അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ മമതാ ബാനർജി എന്ന് പറയുന്ന മറുതാ ബാനർജി എന്ന് പലരും വിളിക്കാറുണ്ട്, ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ ഈ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളത് മറ്റൊരു ചർച്ചയിലേക്ക് വെച്ചിരുന്നതാണ്. PFIയിലെ ചില നേതാക്കള് CPMലേക്കും ചേർന്നു. അത് PFI നേതാവ് CPMലെ ഒരു നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച അതേ PFI നേതാവിനെയാണ് CPIയിലേക്ക് എടുത്തത്. കാരണം ഇത് പകൽ സമയത്ത് ഇവര് PFIക്ക് CPMന് വേണ്ടി CPIക്ക് വേണ്ടി ജോലി ചെയ്യും, രാത്രി സമയത്ത് ഇവര് SDPIക്ക് വേണ്ടിയും. ഇതുപോലെ അതിലുള്ള നേതാക്കൾ തന്നെ വലിയ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടൊന്നും ഇവർക്കൊരു ഇതില്ല. അപ്പൊ CPMന്റെയും CPIയുടെ ഒക്കെ പോക്ക് എങ്ങോട്ടാണ്? അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കുടകൾക്കുള്ളിലാണ്. അവർ കുടകൾ കൊടുത്ത് വെയിലേൽക്കാതിരിപ്പിക്കുകയാണ് ഈ PF കേഡറുകളെ എപ്പോഴും. അവരെ സജീവമായിട്ട് നിരോധിച്ചു കഴിഞ്ഞിട്ടും നിലനിർത്തിയിരിക്കുക എന്ന് പറയുന്ന പോലെ. അതെ, ഈ ചെന്നായ്ക്കളായ ബലാത്സംഗികളെ പാലൂട്ടി വളർത്തുകയാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും അവരുടെ നേതാവായിട്ടുള്ള നമ്മുടെ മമതാ ബാനർജിയും. PV അൻവർ ഇതിന് മറുപടി പറയേണ്ടതാണ്. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് ആണെന്നാണല്ലോ പറയുന്നത്. ചെന്നായ്ക്കളാണോ നിങ്ങളുടെ പാർട്ടിയിലുള്ളത് എന്നതിന് മറുപടി വേണം. ഇതിപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ സംഭവമാണ്. അതിനിടയ്ക്ക് പലതും ഉണ്ടാവാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വിദ്യാർത്ഥിനികളെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ഇവരെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഇവരെ പോലീസ് സംരക്ഷണയോടുകൂടി അവർക്ക് കൊടുക്കാൻ മമതാ ബാനർജി കഴിയുമല്ല. സ്ത്രീകൾക്ക് ഒരു പരിഗണനയും ഇല്ലാത്ത സ്ത്രീകളെ വരും ഇരകളായിട്ട് കാണുന്ന, അവരെ വെറും ചരക്കുകളായിട്ട് കാണുന്ന, ഉപഭോഗ വസ്തുക്കളായിട്ട് കാണുന്ന, ഭോഗതൃഷ്ണ ശമിപ്പിക്കാനുള്ള ഉപകരണങ്ങളായിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറം പോയിട്ട് പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ പെർവേർഷൻ, ഒരു സെക്ഷുവലി സ്റ്റാർവ്ഡ് ആയിട്ടുള്ള ദേശത്തിൻ്റെ പെർവേർഷൻസിലേക്ക്, പ്രകൃതി വിരുദ്ധതയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. വാ കൊണ്ട് ഇപ്പൊ പീഡിപ്പിക്കുകയല്ലേ ഈ രണ്ട് നേതാക്കളും ചെയ്തു. വാ കൊണ്ട് ആ കുട്ടിയെ വാക്കുകൾ കൊണ്ട് MP-യും തൃണമൂൽ കോൺഗ്രസിന്റെ MP-യും MLA-യും ആ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ടും അതിനെ ഇവർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്. സത്യം, മരിച്ചു കഴിഞ്ഞിട്ടും മാനഭംഗപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. മാതൃകയാവേണ്ട കല്യാൺ ബാനർജി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. മമതാ ബാനർജിക്ക് വേണ്ടി ഇക്കാണിക്കുന്ന തെമ്മാടിത്തങ്ങളെ എല്ലാം ന്യായീകരിക്കുന്ന ഒരു പതനത്തിലേക്ക് അവരുടെ MP-മാരും MLA-മാരും എത്തിയിരിക്കുന്നു. ഏത് കൊലപാതകം വേണ്ടല്ലോ, ഷെയ്ഖ് എന്ന് പറഞ്ഞൊരാൾ അവിടെ കാട്ടിക്കൂട്ടിയ ബലാത്സംഗങ്ങൾ, ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യുക, ഭർത്താക്കന്മാരെ ഭീഷണിപ്പെടുത്തുക, ഈ രീതിയിൽ അവിടെ ബലാത്സംഗം നടത്തിയിട്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച ആളാണ് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മമതാ ബാനർജി. അപ്പോൾ ആ തരത്തിൽ ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ലോലെസ് സ്റ്റേറ്റായിട്ട്, നിയമവാഴ്ച ഇല്ലാത്ത സംസ്ഥാനമായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്തണം. BJP ആവശ്യപ്പെട്ടിട്ടുള്ളതുപോലെ ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മമതാ ബാനർജി രാജിവെച്ച് പുറത്തു പോകണം, പെൺകുട്ടികളെ രക്ഷിക്കണം.